കാണാനായിട്ട് സാധിക്കും. പക്ഷേ ബാക്കിയുള്ളവർക്കോ ശിക്ഷ ലഭിക്കും. മത്തായി സുവിശേഷം 25-ാം അധ്യായം എടുത്ത് വായിച്ചു നോക്കണം. ഇടയ്ക്കിടയ്ക്ക് അത് വായിക്കണം. എല്ലാ വിശ്വാസികളോടും ഞാൻ പറയുന്ന കാര്യമാണത്. എനിക്ക് വിശന്നു, ഞാൻ നഗ്നനായിരുന്നു, ഞാൻ കാരാഗൃഹത്തിലായിരുന്നു, ഞാനൊരു സ്ട്രേഞ്ചറായിരുന്നു, നിങ്ങളെന്നെ സഹായിച്ചില്ല. അങ്ങനെയുള്ള ആളുകളെ ഇന്നും സഹായിക്കാൻ മടിക്കുന്ന ഒരുപാട് വിശ്വാസികളുണ്ട്. അവർക്ക് പേടിയാണ്, ഇത് ബംഗ്ലാദേശി ആയിരിക്കുമോ, ഇത് ആസാമി ആയിരിക്കുമോ, ഇത് നമ്മളെ ഉപദ്രവിക്കുന്നതിനായിരിക്കുമോ. ദൈവപൈതലെ, നമ്മൾ അനുസരിക്കുന്നത് ദൈവത്തിന് വചനമാണ്. നീ ആ വ്യക്തിക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ അതിന് പ്രതിഫലമുണ്ട്. നീ കൊടുത്തില്ലെങ്കിൽ നീ ചിലപ്പോൾ നരകത്തിലും പോകും. അതാണ്. അപ്പോൾ ഓരോ ആൾക്കാരെ സ്നേഹിക്കുകയും കർത്താവിൻ്റെ പ്രതിരൂപമായി അവരിൽ കർത്താവിനെ കാണുകയും കർത്താവിൻ്റെ പ്രവൃത്തി കാണുകയും അവരെയൊക്കെ ദൈവം അവൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അവർ ചിലപ്പോൾ മുസ്ലിം ആയിരിക്കും, ക്രിസ്ത്യൻ ആയിരിക്കും, ചിലപ്പോൾ ഹിന്ദു ആയിരിക്കും, ചിലപ്പോൾ ഏത്തിസ്റ്റ് ആയിരിക്കും. ആരായാലും ശരി, നിങ്ങളുടെ അടുത്തേക്ക് സഹായത്തിനായിട്ടൊരാൾ വരികയാണെങ്കിൽ ആ വ്യക്തിയെ ഹൃദയം തുറന്ന്, മനസ്സ് തുറന്ന് അവരെ ആശീർവദിച്ച് സഹായിക്കുക. അത് നിങ്ങൾ ചെയ്യുമ്പോൾ സ്വർഗത്തിലെ ഹൃദയം തുറക്കും. നമ്മൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നു, പക്ഷേ സ്വർഗത്തിലിരിക്കുന്നവൻ ചിരിക്കുകയാണ് ഇതൊക്കെ കണ്ടിട്ട്. അവൻ നോക്കുന്നത് വേറെ ചില കാര്യങ്ങൾ. അവൻ നോക്കുന്നത് എന്താണ്? അവൻ നോക്കുന്നത് അവൻ്റെ സ്വഭാവം. ദാവീദ് ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനായിരുന്നു. യേശു ക്രിസ്തു ദൈവത്തിൻ്റെ ഹൃദയമാണ്. നമ്മൾ ദൈവത്തിൻ്റെ ഹൃദയമാകുന്ന യേശുവിനോട് ചേർന്നിരിക്കുന്ന യേശുവിൻ്റെ സ്നേഹവും യേശുവിൻ്റെ സമാധാനവും മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്ന വ്യക്തികളാണെങ്കിൽ നമ്മൾ മറ്റുള്ളവർക്കൊരു സദ്വാർത്തയായിരിക്കും എന്ന് മാത്രമല്ല, നമ്മൾ മറ്റുള്ളവരെ അനുഗ്രഹിക്കുമെന്ന് മാത്രമല്ല, നമ്മൾ യേശു ഏതൊക്കെ ശത്രുക്കളെ ജയിച്ചോ അതിനെയൊക്കെ നമ്മളിവിടെ ജയിക്കും. ഈ ദുഷ്ടലോകം മുഴുവനും സാത്താൻ്റെ അധീനതയിലാണ്. ഞാൻ പറഞ്ഞില്ലേ, അനീതിക്കും അവിശ്വാസത്തിനും വെറുപ്പിനും അധീനപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ ഈ മുഴുവനെയും നമുക്ക് ഒറ്റയ്ക്ക് ഇതിൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്താൻ പറ്റില്ല. കർത്താവായ യേശു ക്രിസ്തു മടങ്ങി വരുമ്പോഴേ അതിന് മാറ്റം വരാൻ പറ്റുള്ളൂ. പക്ഷേ ഇതിനകത്ത് നമ്മൾ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കണം. നമ്മൾ ഓരോ ലൈറ്റ് ബൾബിനെ പോലെ, നമ്മൾ ഓരോ ദീപങ്ങളെ പോലെ പ്രകാശിക്കണം. എങ്ങനെയാണ് നമ്മൾ പ്രകാശിക്കുന്നത്? നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, നിങ്ങളെ ശത്രുക്കളെ സ്നേഹിക്കുക, നന്മയാൽ തിന്മയെ ജയിക്കുക, സ്നേഹത്താൽ വെറുപ്പിനെ ജയിക്കുക. നമ്മൾ സ്നേഹിച്ചിട്ട് സ്നേഹത്താൽ വെറുപ്പിനെ ജയിക്കുമ്പോൾ അത്രയിടത്ത് ആ വെറുപ്പിൻ്റെ ആ ഇരുട്ടങ്ങോട്ട് മാറുകയാണ്. അത്രയിടത്ത് സ്നേഹത്തിൻ്റെ വെളിച്ചം വ്യാപരിക്കുകയാണ്. നമ്മൾ ഓരോരുത്തരും ചെയ്യുന്ന ചെറിയ ചെറിയ ഈ ശുശ്രൂഷകളുണ്ടല്ലോ, ഈ ശുശ്രൂഷകൾ മൊത്തത്തിൽ സ്വർഗത്തിൽ നിന്ന് ദൈവം കാണുമ്പോൾ ഈ ഇരുട്ട് നിറഞ്ഞ പ്രപഞ്ചത്തിനകത്ത് മിന്നാമിനുങ്ങളെ പോലെ നമ്മളിങ്ങനെ അവിടെ ഈ വെളിച്ചം അങ്ങോട്ട് പ്രകാശിപ്പിക്കുമ്പോഴത്തേക്കും ദൈവത്തിൻ്റെ ഹൃദയം സന്തോഷിക്കുകയാണ്. ദൈവവും സ്വർഗ്ഗദൂതന്മാരും പുറത്ത്, ഈ സൃഷ്ടിക്ക് പുറത്താണ്, അവർ ഇത് കണ്ട് സന്തോഷിക്കുകയാണ്. നമ്മുടെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി കണ്ട് ദൈവം സന്തോഷിക്കുകയാണ്. ഇത്രയും ഇരുട്ടും വെറുപ്പും വൈരാഗ്യവും ദുഷ്ടതയും നിറഞ്ഞ ഈ ലോകത്തിൽ നിങ്ങൾ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുന്നല്ലോ. നമ്മൾ ഓരോരും ഓരോ ലൈറ്റാണ്. നമ്മുടെ ഈ വെളിച്ചം ആകുന്ന സ്നേഹം, സ്നേഹമാകുന്ന വെളിച്ചം, കരുണയാകുന്ന ദയയാകുന്ന വെളിച്ചം, അതാണ് ക്രിസ്ത്യാനിറ്റി കൊണ്ടുവരാനുള്ളത്. നമ്മൾ ഒരുപാട് പേരൊന്നും വേണ്ട, ഉപ്പ് കുറച്ച് പോരെ ടേസ്റ്റ് ഉണ്ടാക്കാൻ. മുഴുവൻ നമ്മൾ കഴിക്കാൻ പോകുന്ന ആഹാരത്തിന് മുഴുവൻ ടേസ്റ്റ് ഉണ്ടാക്കാൻ കുറച്ച് ഉപ്പ് മതി. അതേമാതിരിയാണ് നമ്മൾ, കുറച്ച് മതി നമ്മൾ, പക്ഷെ നമ്മൾ എല്ലാത്തിനെയും ടേസ്റ്റി ആക്കും. വെളിച്ചം കുറച്ച് പോരെ, ആർക്കെങ്കിലും അളക്കാൻ പറ്റുമോ ഈ മുറിയിൽ എത്ര വെളിച്ചം ഉണ്ടെന്ന്? വെളിച്ചം കുറച്ച് മതി. എന്നാൽ അതിനെ ഇരുട്ടിനെ മുഴുവനായിട്ട് ഇല്ലാതാക്കാനും പറ്റും. അത് ഇരുട്ടിൽ പ്രകാശിക്കുകയും ചെയ്യും. ആ ഇടത്ത് മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായി തീരുകയും ചെയ്യും. ദൈവം നമ്മളെ അങ്ങനെ വിളിച്ചിരിക്കുന്നത്, ഇരുട്ടിൽ പ്രകാശിക്കാൻ. സ്വാദില്ലാത്തിടത്തൊക്കെ ദൈവത്തിൻ്റെ കൃപയാകുന്ന, സന്തോഷമാകുന്ന, സമാധാനമാകുന്ന, സ്നേഹമാകുന്ന സ്വാദ് പകർന്നു കൊടുക്കുക. അതാണ് നമ്മൾ ആ ദൈവത്തിൻ്റെ വിത്തുകളാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഇതിനകത്ത് വരുമ്പോൾ നമ്മൾ ഈ ശത്രുവിനെ ജയിക്കുകയാണ്. നമ്മൾ ഈ ശത്രുവിനെ, അപ്പോൾ കർത്താവ് ഓൾറെഡി ഇതിനെ ജയിച്ചു കഴിഞ്ഞു. കാൽവരി ക്രൂശിൽ വെറുപ്പ്, സാത്താൻ, മരണം, ദ്രവത്വം, ഇതിനൊക്കെ ജയിച്ചിട്ടാണ് കർത്താവ് ഉയർത്തെഴുന്നേറ്റ് അവിടെ ഇരിക്കുന്നത്. ആ ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ ശക്തി നമുക്ക് തന്നിരിക്കുന്നത് ഇവിടെ ഇരുന്നു കൊണ്ട് ഈ സാത്താനെ നമ്മുടെ കാൽക്കീഴായി ചതച്ച് കളയാൻ വേണ്ടിയിട്ടാണ്. സമാധാനത്തിൻ്റെ ദൈവമോ ശത്രുവിനെ നിങ്ങളുടെ കാൽക്കീഴായി ചതച്ച് കളയുമെന്ന് പറയുമ്പോൾ ആ വെറുപ്പ്, വിദ്വേഷം, കയ്പ്, പക, പിണക്കം, ഇതിനെയൊക്കെ ചവിട്ടി മെതിച്ച് ദൈവത്തിൻ്റെ സ്നേഹത്താൽ കീഴടക്കാനാണ്. ദൈവത്തിൻ്റെ നീതിയാൽ അനീതിയെ കീഴടക്കാനാണ്. ദൈവത്തിൻ്റെ കരുണയാൽ ക്രൂരതയെ കീഴടക്കാനാണ്. ദൈവത്തിൻ്റെ വിശ്വസ്തതയാൽ വ്യഭിചാരത്തെ കീഴടക്കാനാണ്. ദൈവത്തിൻ്റെ ജനറോസിറ്റി, മറ്റുള്ളവർക്ക് ഉദാരമായി കൊടുക്കുന്ന ആ ഒരു മനസ്കതയാൽ
സെൽഫിഷ്നെസ്സിനെയും അത്യാഗ്രഹത്തെയും കീഴടക്കാൻ. ദൈവത്തിൻ്റെ മറ്റുള്ളവരെ സേവിക്കുന്ന ആ മനോഭാവത്താൽ താഴ്മയോടെ മറ്റുള്ളവരെ സ്നേഹിച്ച് സേവിക്കുന്നതിലൂടെ അഹങ്കാരത്തെ കീഴടക്കാൻ. അതിനാണ് ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത്. അതൊക്കെയാണ് നമ്മുടെ ശത്രുക്കൾ. അത് പിശാച് എന്ന് പറയുന്ന ഒരൊറ്റ ശത്രുവിനകത്ത് അടങ്ങുന്ന കാര്യമാണ്. കോപം, ക്രോധം, അഹങ്കാരം, പിന്നെന്തൊക്കെയാ? ദുർനടപ്പ്, അശുദ്ധി, പക, പിണക്കം, കയ്പ്, വിദ്വേഷം, വെറുപ്പ്. ഇതിനെയൊക്കെ നമ്മൾ കീഴടക്കുക. ഒരു ദിവസം നമ്മളിതിനെ കീഴടക്കുമ്പോൾ നമുക്ക് എതിരാളികളായിട്ട് പലരും വരും. ഇതൊക്കെ അകത്ത് അധികമായിട്ടുള്ളവർ വരും. അവരെയും നമ്മൾ സ്നേഹത്താൽ കീഴടക്കണം. അങ്ങനെ സ്നേഹത്തിൻ്റെ രാജ്യം നമ്മളിവിടെ കൊണ്ടുവന്നുകൊണ്ടേയിരിക്കും. നമുക്ക് മുമ്പേ വന്നവരും അതാണ് ചെയ്തത്. അവരും സ്നേഹത്തിൻ്റെ രാജ്യം ഇവിടേക്ക് കൊണ്ടുവന്നുകൊണ്ടേയിരുന്നു. ദൈവത്തിൻ്റെ നീതി, ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ സത്യം ഇവിടെ പ്രസ്താവിച്ചു കൊണ്ടേയിരുന്നു. അന്ത്യത്തേതിൽ അവർക്കും നിങ്ങൾക്കും എനിക്കും നമുക്കെല്ലാവർക്കും ഒരു രാജ്യമുണ്ടാകും. വെറുപ്പില്ലാത്ത, കയ്പില്ലാത്ത, വിദ്വേഷമില്ലാത്ത, ഹിംസയില്ലാത്ത, സത്യവും സന്തോഷവുമുള്ള സ്നേഹം വ്യാപരിക്കുന്നത്. അവിടെ നമ്മൾ വാഴുവാനായിട്ടിടയാകും. അതാണ്. നിങ്ങൾ എൻ്റെ സ്റ്റേറ്റസ് നോക്കിയാൽ നിങ്ങൾക്ക് വാട്സാപ്പിൽ കാണാനായിട്ട് സാധിക്കും. ദിസ് വേൾഡ് വാസ് നോട്ട് ഫോർ ദം. ഈ ലോകമാണ് ഇപ്പോഴത്തെ ഈ സാത്താന് കീഴടങ്ങിയിരിക്കുന്ന ദ്രവത്വത്തിനും മരണത്തിനും വെറുപ്പിനും അനീതിക്കും കീഴടങ്ങിയിരിക്കുന്ന ഈ ലോകമാണ് എനിക്കും നിങ്ങൾക്കുള്ളതെങ്കിൽ നമുക്കൊന്നുമില്ല. നമുക്ക് വേണ്ടി ദൈവം ഒരു രാജ്യം ഒരുക്കിയിട്ടുണ്ട്. ഈ ലോകത്തെ തന്നെ ദൈവം രൂപാന്തരപ്പെടുത്തും കർത്താവിൻ്റെ മടങ്ങിവരവിൽ. അന്ന് ആ സ്നേഹം നിറഞ്ഞ ലോകത്തിൽ നമ്മൾ വാഴുവാനായിട്ടിടയായിത്തീരും. അതിനാ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ സമാധാനത്തിൻ്റെ ദൈവം ശത്രുവായ പിശാചിനെ ബർത്തിമയുടെ ജീവിതത്തിൽ കാൽ കീഴായി ചതച്ച് കളഞ്ഞു അന്നത്തെ ദിവസം. എന്താ സംഭവിച്ചത്? ബർത്തിമയ്ക്ക് കാഴ്ച കിട്ടിയപ്പോൾ അവൻ്റെ പാപം ക്ഷമിക്കപ്പെട്ടു. പാപം ക്ഷമിച്ചു, ശാപം മാറിപ്പോയി, അവൻ്റെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ വന്നു, മരണം മാറിപ്പോയി, അവൻ്റെ ഫ്യൂച്ചറിൽ ഇനി ദ്രവത്വം ഉണ്ടാവില്ല, അവന് കുടുംബജീവിതം കിട്ടി, അവന് അച്ഛൻ്റെ ഓഹരി കിട്ടി, അവന് ഇനി ഭിക്ഷ യാചിക്കേണ്ട ആവശ്യമില്ല. അവൻ പൂർണ്ണ അംഗമായി യഹൂദന്മാരുടെ ഫാമിലിയിൽ, യഹൂദന്മാരുടെ സിനഗോഗിൽ, യഹൂദന്മാരുടെ ആലയത്തിൽ, ദൈവരാജ്യത്തിൽ. കർത്താവായ യേശു ക്രിസ്തു ചെയ്യുന്ന അത്ഭുതങ്ങൾ അങ്ങനത്തെയാണ്. ഒരൊറ്റ അത്ഭുതത്തിൽ മൊത്തത്തിലെല്ലാം മാറ്റി. എന്തിനാണ് കർത്താവ് ഇത് ചെയ്തത്? എന്ത് കാണിക്കാനാണ്? കർത്താവ് വരാനിരിക്കുന്ന രാജ്യം അത് കാണിക്കാനാണ്. അതിലേക്കുള്ളൊരു സ്നിപ്പറ്റ്, അതിലേക്കുള്ളൊരു വിൻഡോ മാത്രമാണ് ഈ ഒരു അത്ഭുതം. നമ്മളത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവണം, കർത്താവ് കരുണ കാണിച്ച് നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ചു കഴിഞ്ഞാൽ നമുക്കും ഒരിക്കലും ദ്രവിക്കാത്ത, ഒരിക്കലും മരിക്കാത്ത, എന്നേക്കുമായി ജീവിക്കുന്ന ആ ശരീരങ്ങൾ ലഭിക്കും. ആ രാജ്യത്തിലേക്ക് കർത്താവ് നമ്മളെ ക്ഷണിക്കുകയാണ്. പഴയ സൃഷ്ടി മരിച്ചുപോയി. എൻ്റെ കൂടെ നിങ്ങളൊന്ന് പറഞ്ഞ പഴയ സൃഷ്ടി മരണത്തിന് അധീനപ്പെട്ട് ഇല്ലാതായി. പുതിയ സൃഷ്ടി കർത്താവിൽ ഉയർത്തെഴുന്നേറ്റു, ഇനി എന്നേക്കും ജീവിക്കും. അതുകൊണ്ടാണ് ഇതിൻ്റെ ഈ പഴയ സൃഷ്ടിയുടെയും പുതിയ സൃഷ്ടിയുടെയും ഉദാഹരണം എടുത്തുകൊണ്ട് പൗലോസ് പറയുന്നത്, നിങ്ങൾ പണ്ട് എങ്ങനെയായിരുന്നോ കയ്പ്, പക, വിദ്വേഷം ഇതൊക്കെ വെച്ചുകൊണ്ട് ജീവിക്കുന്ന ആ ജീവിത ശൈലി മുഴുവനായിട്ട് മാറ്റണം. ആ ജീവിത ശൈലിയാണ് പഴയ സൃഷ്ടി എന്ന് പറയുന്നത്. എന്നാൽ ഇനി പുതിയൊരു ജീവിത ശൈലിയിലേക്ക് നിങ്ങൾ വരണം. സ്നേഹം, സമാധാനം, സന്തോഷം, ദയ, പരോപകാരം, സൗമ്യത, ഇന്ദ്രിയജയം, വിശ്വസ്തത. ഈ പറയുന്ന ആ പുതിയ ജീവിത ശൈലിയാണ് ആത്മാവിൻ്റെ ഫലം. അതിലേക്ക് നിങ്ങൾ വരുമ്പോൾ പുതിയ സൃഷ്ടി ഇവിടെ വ്യാപരിക്കും. ആ പുതിയ സൃഷ്ടി ആണ് നിങ്ങൾ. ആ പുതിയ സൃഷ്ടിയുടെ പ്രവൃത്തികളിലൂടെ വ്യാപരിക്കുമ്പോൾ പുതിയ സൃഷ്ടി വരാൻ അധികം താമസിക്കില്ല. കുറേ കഴിയുമ്പോൾ ആ പാപത്തിനും മരണത്തിനും അധീനപ്പെട്ട പഴയ സൃഷ്ടി ഇല്ലാതാവും. കർത്താവ് മടങ്ങി വരും, ഇവിടെ പുതിയ സൃഷ്ടിയായിരിക്കും. അപ്പോൾ ആ ആദാം പാപം ചെയ്ത് ശാപത്തിന് അധീനപ്പെട്ട് മരണത്തിന് അധീനപ്പെട്ട് വന്നതാണ് പഴയ സൃഷ്ടി. കർത്താവായ യേശു ക്രിസ്തു ശാപത്തെയും മരണത്തെയും ദ്രവത്വത്തെയും വെറുപ്പിനെയും കീഴടക്കി മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് അങ്ങനെ തുടങ്ങിയതാണ് പുതിയ സൃഷ്ടി. ആ പുതിയ സൃഷ്ടിയുടെ അംഗമാണ് നിങ്ങളെങ്കിൽ, ഈ പുതിയ രാജ്യത്തിൻ്റെ അംഗമാണ് നിങ്ങളെങ്കിൽ, സാത്താൻ്റെ രാജ്യം വിട്ട് ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ അംഗമാണ് നിങ്ങളെങ്കിൽ. സാത്താൻ്റെ രാജ്യം എന്താണ്? ഞാൻ പറഞ്ഞില്ലേ, വെറുപ്പിനും അനീതിക്കും
ദ്രവത്വത്തിനും കീഴ്പ്പെട്ടിരിക്കുന്ന രാജ്യമാണ്. എന്നാൽ ദൈവത്തിൻ്റെ രാജ്യം സ്നേഹം, ജീവൻ, നീതി, അതിന് കീഴ്പ്പെട്ടിരിക്കുന്ന രാജ്യത്തിൽ അംഗമാണ് നിങ്ങളെങ്കിൽ ഈ ലോകത്തിൽ നിന്ന് കഷ്ടമുണ്ട്. എന്നാൽ ആ കഷ്ടങ്ങളെയൊക്കെ ജയിച്ച്, വെറുപ്പിനെ ജയിച്ച്, സ്നേഹത്താൽ നിങ്ങൾ ദൈവത്തിൻ്റെ രാജ്യം ഓരോ ദിവസവും ജീവിക്കുകയും പണിതുകൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ കർത്താവിൻ്റെ രാജ്യം വരും. ഏറ്റവും ഒടുവിൽ ആ കർത്താവിൻ്റെ രാജ്യം വരും, കർത്താവ് മടങ്ങി വരും. അതിനായിട്ട് നമ്മൾ ഒരുങ്ങണം. സാത്താനെ അവൻ്റെ കാൽ കീഴായി അവൻ ചതച്ച് കളഞ്ഞു. ഇപ്പം നമ്മളിലൂടെ ചതച്ച് കളഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അവസാനം വരുമ്പോൾ പൂർണ്ണമായും ചതച്ച് കളയും. ദൈവം അനുഗ്രഹിക്കട്ടെ.